സഭയിൽ പ്രതിപക്ഷം ശോകമായ അവസ്ഥയിലാണ് കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം ക്ലാരിറ്റിയോട് ഉന്നയിക്കാനോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അടിയന്തര പ്രമേയം നടത്താനോ ഒന്നും സഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അടുത്ത കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? സ്വർണ്ണക്കൊള്ളയല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയല്ലായിരുന്നോ അവിടെ അടിയന്തര പ്രമേയമായിട്ട് വരേണ്ടത്? എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ ശബരിമലയിലെ കൊള്ള അടിയന്തര പ്രമേയമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ 2 MLA പഠിക്കൽ സമരത്തിലേക്കാണ്. എല്ലാ വിരോധാഭാസമാണ്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. അവരെന്താണ് പറയുന്നതോ എന്താ ചെയ്യുന്നതെന്നോ അറിയില്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സാമ്പത്തിക സർവേയാണെന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അപ്പോൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു. ശരി, 2 ദിവസം മുന്നേ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സമയം, തൊട്ടില്ലല്ലോ. ഇന്ന് സാമ്പത്തിക സർവേ, കേരളത്തിലെ അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ എന്ന് ചർച്ച ചെയ്യേണ്ട ദിവസം, എന്തൊക്കെയാണ് കേരളത്തിലെ സാമ്പത്തിക സർവേയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട ദിവസം, ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക സർവേനെക്കുറിച്ച് മിണ്ടും. നാളെ നാളെ ബഡ്ജറ്റ് സെക്ഷനും ബഡ്ജറ്റ് ചർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പത്തിക സർവേ അതിനുശേഷം ചർച്ച ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കേരളത്തിലെ കർഷകരുടെ പ്രശ്നം, മലയോര കർഷകരുടെ പ്രശ്നം, ഇപ്പോൾ വന്യജീവി ആയിട്ടുള്ള പ്രശ്നം, ഈ പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എല്ലാം ഇന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് പ്രധാനപ്പെട്ട തൊട്ടിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്.